ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജുബീസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഫഡ്ജി ആയിട്ടുള്ള ബ്രൗണീസാണ്. നമ്മൾ കടയിൽ കിട്ടുന്ന പോലെ ഗൂയി ആയിട്ടുള്ള ബ്രൗണീസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് ഞാൻ ഇതിനകത്ത് എടുക്കുന്നത് 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതിനകത്ത് ഞാൻ ഒരു 25 ഗ്രാം ബട്ടർ മാത്രമേ ഇടുന്നുള്ളൂ. നമുക്ക് ടോട്ടൽ 50 ഗ്രാം ബട്ടറോ എണ്ണയാണ് കേട്ടോ ആവശ്യം. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു 25 ഗ്രാം ബട്ടറും ബാക്കി ഞാൻ 25 ഗ്രാം ഓയിലാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ലൊരു ലിക്വിഡ് ഫോമിൽ വേണം നമുക്ക് ഈ ഒരു മിക്സ്ചർ റെഡിയാക്കി എടുക്കാൻ. ഇതപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം എടുക്കുക. അതിനകത്തോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര തന്നെ നല്ല മധുരം കിട്ടും ഈ ഒരു ബ്രൗണീസിന്. അപ്പോൾ ഇത് ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള പഞ്ചസാര തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ വിസ്ക് വെച്ചിട്ട് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് വാനില എസൻസ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് മിക്സ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇനിയിപ്പം ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മൈദയിലോട്ട് 1 ടീസ്പൂൺ കോൺ സ്റ്റാർച്ചും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൂയി ആയിട്ടുള്ള ടെക്സ്ചർ ഈ ഒരു കോൺ സ്റ്റാർച്ച് ഇടുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/4 ടീ കൊക്കോ പൗഡറും കൂടെ ചേർക്കണം. അപ്പം എല്ലാം കൂടെ ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് ആ ഒരു ലിക്വിഡില്ല അതിനകത്തോട്ട് ഒരു ഹാഫ് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അധികം ഫോഴ്സൊന്നും ഉപയോഗിക്കേണ്ട, ചെറുതായിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ആദ്യം തന്നെ മുഴുവനായിട്ട് ഇടേണ്ട, ബാക്കി പകുതിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ബാറ്റർ റെഡി ആയിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഒരു 8 ഇഞ്ച് ബേക്കിംഗ് ട്രേയിൽ നമുക്കൊരു പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ഓവനിൽ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രൗണീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ അകത്തൊക്കെ നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്രൗണീസിൻ്റെ ടെക്സ്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന പോലെയല്ല, നല്ല ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ചിപ്പി.